രാഹുലിന് കെണിവെച്ചതാര്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ i2 ന്യൂസ് അനുകൂലിച്ച് വാർത്ത നൽകിയിട്ടുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, യുവ നേതാക്കളിൽ വളരെ വിദ്യാസമ്പന്നനും ആനുകാലിക വിഷയങ്ങളിൽ ഇടപെടുവാൻ മിടുക്കനും ആനുകാലിക സംഭവവികാസങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളും ജനകീയ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ഒരു മുൻസിഫ് ഡ്രൈവറും എന്നൊക്കെയുള്ള നിലയിൽ ഒരു പ്രോമിസിംഗ് കരിയർ ഉള്ള ചെറുപ്പക്കാരൻ എന്നതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരെങ്കിലും നേതൃത്വ നിരയിൽ ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് കെട്ടിയിറക്കിയതല്ല. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് അദ്ദേഹം വളർന്നു വന്നത് തന്നെയാണ്. സമരമുഖങ്ങളിൽ തീപ്പൊരിയായി, പോലീസിൻ്റെ ലാത്തിച്ചാർജിന് മുന്നിൽ പതറാതെ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചു. അദ്ദേഹത്തെ ആരൊക്കെ ചേർന്ന് ഒതുക്കുവാൻ നോക്കിയോ വർദ്ധിത വീര്യത്തോടെ രാഹുൽ അന്നെല്ലാം ഉയർത്തെണീറ്റു. ഒടുവിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചും കയറി. ആശയേറ്റ് തകർന്നു കിടന്ന കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു പാലക്കാട്ടെ വിജയം. അരിലൂടെ നാറികളെല്ലാം മറന്നുപോയി. വി ഡി സതീശനടക്കം രാഹുലിനെ പാലക്കാട് ഇറക്കുവാൻ തീരുമാനിക്കുവാൻ കാരണം പ്രത്യേക ഇഷ്ടം കൊണ്ടൊന്നുമായിരുന്നില്ല. മറിച്ച് പാലക്കാടൻ ചുരം ജയിച്ചു കയറുവാൻ പാർട്ടിയിലെ മറ്റു മുണ്ണകളെ ഇറക്കിയിട്ട് കാര്യമില്ല, ഒരു പടക്കുതിരയാണ് രാഹുൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. UDF വീണ്ടും ഒരു തിരിച്ചുവരവ് സാധ്യമാണ് എന്ന ആത്മവിശ്വാസം പകർന്ന പാലക്കാട് വിജയത്തിൻ്റെ രാജകുമാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലും ഷാഫിയും രണ്ട് സൈഡിൽ നിന്നാൽ രാഷ്ട്രീയ കേരളത്തിലെ എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരും നിർവീര്യമാകും എന്ന തിരിച്ചറിവ് പലരുടെയും ഉറക്കം കെടുത്തി. ഇവനൊരു ഭാവി മുഖ്യമന്ത്രിയാണെന്ന് പോലും ജനങ്ങൾ വാഴ്ത്തിപ്പാടിയത് പലർക്കും സഹിച്ചിട്ടുണ്ടാവില്ല. ചാനൽ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടമുണ്ടെങ്കിൽ, തിരഞ്ഞെടുപ്പ് വേദികളിൽ രാഹുൽ ഉണ്ടെങ്കിൽ പല നേതാക്കന്മാർക്കും ചർച്ചയ്ക്ക് പോകാൻ പോലും മടിയായിരുന്നു. കാരണം കീറിപ്പറിച്ച് കളയും. അതുകൊണ്ടാണ് രാഹുൽ വളർന്നു വരുന്നൊരു സിംഹമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇടത് BJP നേതാക്കൾ മാത്രമായിരുന്നില്ല. ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായത് കൂടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ. രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലെത്തിയതോടെ പലരും അസ്വസ്ഥരായി. രാഹുലിൻ്റെ പാലക്കാടൻ സ്ഥാനാർത്ഥിത്വവും വിജയവും മീഡിയ പ്രസൻസും ഒക്കെ പലർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തിരഞ്ഞെടുപ്പ് വേദികളിൽ കടൽക്കിഴവന്മാർ പോലും തഴയപ്പെടുകയും രാഹുലിന് ആരാധകർ ഏറുകയും ചെയ്തപ്പോൾ മുതിർന്ന നേതാക്കന്മാർക്കടക്കം അസൂയയുണ്ടാകുക എന്നത് സ്വാഭാവികം മാത്രം. കോൺഗ്രസിലെ അവശരായ ആർക്കും വേണ്ടാത്ത കുറേ ഊത്തന്മാർ നിലമ്പൂർ സമയത്ത് ഒരു സഖ്യമുണ്ടാക്കി റീൽസ് അല്ല റിയൽ വർക്കാണ് എന്ന കാര്യം പറഞ്ഞ് കുഴിത്തുരുമ്പുമായി വന്നത് ആരും മറന്നിരിക്കുവാൻ ഇടയില്ലല്ലോ. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി രാഹുലിനെതിരെ പുകയുന്ന ഈ വിവാദം ആളിക്കത്തിച്ചത് കോൺഗ്രസിലെ തന്നെ ചില യുവ നേതാക്കന്മാർ തന്നെയാണ്. ചില കടൽക്കിഴവന്മാരുടെ ആശീർവാദത്തോടെയും സഹായത്തോടെയും. രാഹുലിനെ അടിക്കുന്ന പ്രഹരം ഏൽക്കുന്നത് VD സതീശനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന ഗുണം ചെയ്യുകയും ചെയ്യും. ഈ കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ വീഴ്ചതുപോലെ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് കുത്താനുള്ള കത്തിയടക്കം ശത്രുക്കൾക്ക് ഇട്ടുകൊടുത്ത് മിണ്ടാതെ നിന്നു. എത്ര ആസൂത്രിതമായിരുന്നു അത് എന്ന് കാണുക. ആരോപണം ഉന്നയിച്ച രണ്ട് സ്ത്രീകളും ഇതുവരെ ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. പണ്ട് പെടുത്തതും പാളയിൽപ്പെടുത്ത കാര്യവുമൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തിന്? വെറുതെ നാറ്റിക്കുവാൻ. ആദ്യം പരാതിയുമായി വന്ന റിനി ആൻ ജോർജ് രാഹുലിൻ്റെ പേര് പോലും പറയാതെ അന്ന് അങ്ങനെ പറഞ്ഞയാളാണ്, ഇങ്ങനെ പറഞ്ഞയാളാണ് എന്നൊക്കെ പറഞ്ഞതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ എന്ത് വീഴ്ചയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അവർ എന്തോ ഒരു ഡീൽ മനസ്സിൽ ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ രാഹുൽ ഈ യുവതി വർഷങ്ങളായി തൻ്റെ സുഹൃത്തായിരുന്നു എന്നും പറയുന്നു. അപ്രകാരം സൗഹൃദത്തിൽ ഇരുന്ന കാലം 2-3 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോസ്റ്റ് ഇട്ടു എന്ന് ഇപ്പോൾ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? ഈ നടി അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന് പറയുന്ന ഈ രണ്ട് യുവതികളെയും നാം ആദ്യമായാണ് കാണുന്നത്. ഇവർ പ്രധാനപ്പെട്ട ഇടതു നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രഭവസ്ഥാനം എവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതും മരം കൊള്ളക്കാരന്മാരുടെ മരമുറി ചാനലിൽ മൊട്ട അരുണിൻ്റെ ഡയറക്ഷനിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യുവതി ആദ്യം എങ്ങും തൊടാതെ മറ്റു മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിട്ട് പേരടക്കം വെളിപ്പെടുത്തിയത്
മരമുറി കള്ളന്മാരുടെ ചാനലിലൂടെയായിരുന്നു. അവർ തന്നെ ആദ്യം എടുത്തിട്ടലക്കിയാൽ ആരും അത് വിശ്വസിക്കില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തവണ ഇപ്രകാരം ഒരു നാടകം നടത്തിയത്. രാഹുലിനെ വെള്ളപൂശാനും പരിശുദ്ധനാക്കാനും അല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അയാളും ഒരു യുവാവാണ്. പ്രായത്തിൻ്റെതായ ചില ചാബല്യങ്ങളൊക്കെ കണ്ടേക്കാം. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പദവികളിലിരിക്കുന്ന പലരും ചെയ്തിരിക്കുന്ന മ്ലേച്ഛതകൾ വെച്ച് നോക്കുമ്പോൾ രാഹുലിനെ അവർക്ക് ഇതുപോലെ ചിത്രവധം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് മനസാക്ഷിയോട് അവർ ചോദിക്കുക. ഒരു പരാതി പോലുമില്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ ഒരൊറ്റ ദിവസം കൊണ്ട് രാഹുലിനെ രാജിവെപ്പിച്ച് തൂക്കിക്കൊല്ലാനുള്ള മാധ്യമ വിചാരണകളാണ് നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ സ്വന്തം പാർട്ടിക്കാർ പോലും രാഹുലിൻ്റെ കൂടെ നിന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കോൺഗ്രസ്കാരന്മാരുടെ തനിക്കുണം നാം മനസ്സിലാക്കണം. എത്രയെത്ര സർട്ടിഫൈഡ് ആഭാസന്മാർ ഇന്നും പല പദവികളിലും ഇരിക്കുന്നു. എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉയർന്നത്. മുകേഷ് MLA, കൊട്ടാരക്കര കൊണേശൻ കൊച്ചിൻ്റെ അപ്പനാണെന്ന് വരെ മൊഴി പുറത്തു വന്നിട്ടും അവൻ ഇന്നും മന്ത്രിയായി നടക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്നം നടത്തിയ ആ വെളിപ്പെടുത്തലുകൾ ആരും മറന്നിട്ടില്ലല്ലോ. CM രവീന്ദ്രൻ, മുൻ സ്പീക്കർ C രാമകൃഷ്ണൻ, മുതുക്ക് തോമസ് ഐസക്ക്, P ശശി, ഐസ്ക്രീം കുഞ്ഞാലിക്കുട്ടി, PJ കുര്യനെതിരെ ഉയർന്നു വന്ന ആരോപണം, ശശി തരൂരിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, വിമാനയാത്രയ്ക്കിടെ PJ ജോസഫ് സീറ്റിനിടയ്ക്കൂടെ കൈയിട്ട് പിടിക്കുവാൻ ശ്രമിച്ചത്, പൂച്ചക്കുട്ടി ശശീന്ദ്രൻ, എൻ്റെ പൂച്ചക്കുട്ടി ആരും മറന്നിട്ടില്ലല്ലോ. അതുപോലെ പണ്ട് K മുരളീധരനും ഒരു നടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം, അതുപോലെ പറവൂരിലെ ഒരു ടമാർ പടാർ VD സതീശനെ പച്ച തെറി വിളിച്ചുകൊണ്ട് നടത്തിയ ആരോപണങ്ങൾ ഒക്കെ ഇപ്പോഴും ഇവിടെയുണ്ട് എന്ന് ആരും മറക്കല്ല്. ഇളനീർക്കരിക്ക് വലിച്ചു കുടിക്കുവാൻ പോയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉൾപാർട്ടി ചർച്ചയ്ക്കിടയിൽ നൂൽബന്ധമില്ലാതെ പിടിക്കപ്പെട്ട അടികൊണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുപോലെ വിഷമുറക്കുവാൻ അണികളുടെ കൂടെ പണ്ട് പാതിരാത്രി തലയിൽ മുണ്ടിട്ട് കറങ്ങിയ പല മുതിർന്ന നേതാക്കന്മാരും ഇവിടെയുണ്ട്. പണ്ട് ഒളിവിൽ കഴിഞ്ഞപ്പോൾ മക്കളെ ഉണ്ടാക്കി കൊടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പാർട്ടി ഓഫീസിലെ ബെഞ്ചിൽ കിടത്തി സ്വർഗ്ഗഭോഗം നടത്തിയ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ ചരിത്രമെടുക്കാൻ പോയാൽ എന്താവും സ്ഥിതി എന്ന് മാത്രം ആലോചിക്കുക. രാഹുൽ വിഷയം വന്നപ്പോൾ ഇടത് സംഘികൾക്ക് മാത്രമായിരുന്നില്ല, അമിതാവേശം കോൺഗ്രസിലെ നേതാക്കന്മാർക്കായിരുന്നു, പ്രത്യേകിച്ച് യുവ നേതാക്കന്മാർക്ക്. പക്ഷേ രാഹുലിനെ ക്രൂശിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ച കോൺഗ്രസ് നേതാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയല്ലേ ചെയ്തത് എന്ന്. രാഹുൽ ഒരു പരിശുദ്ധനാണെന്ന് ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുന്നില്ല. രാഹുൽ ഒരു കുറ്റവാളിയാണെന്നും ഞങ്ങൾ മുദ്ര കുത്തുന്നില്ല. ഇവിടെ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട് അതിന്. പക്ഷേ താടിക്ക് തീപിടിച്ച് നിൽക്കുമ്പോൾ ബീഡിക്ക് തീ കൊളുത്തുവാൻ ഞങ്ങളില്ല എന്ന് മാത്രം. സംശയാതീതമായി രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ ഞങ്ങൾ രാഹുലിനൊപ്പം ഉണ്ടാവും. രാഹുൽ തളരരുത്. ഈ ആരോപണങ്ങളും നിങ്ങളെ തളർത്തുകയില്ല, വളർത്തുകയേ ഉള്ളൂ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. ശക്തമായി മുന്നോട്ട് വരിക. നെഞ്ചും വിരിച്ചു നിന്ന് കാര്യങ്ങൾ ഫേസ് ചെയ്യുക. പഴയ ജട്ടിയും അടിപ്പാവാടയും ഒക്കെയായി നാറുകൾ ഇനിയും രംഗത്ത് വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.